ബെത്ലഹേമിൽ ഉദിച്ച ഭാഗ്യനക്ഷത്രം പോലെ ഇറ്റലിയിലെ ലോവരയിൽ ഉദിച്ച 2 ഭാഗ്യനക്ഷത്രങ്ങളാണ് വിശുദ്ധ ബർത്തലോമിയ കപ്പിത്താനിയോയും വിശുദ്ധ വിൻസെൻസ ജെറോസയും. ഉപവി പ്രവർത്തനങ്ങൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഈ വിശുദ്ധർ ആത്മീയ നേതൃത്വം സേവനമാണെന്ന് തിരിച്ചറിയുകയും അധികാരമെന്നത് മറ്റുള്ളവരുടെ മേൽ ആധിപത്യം പുലർത്താനല്ല, മറിച്ച് ശുശ്രൂഷ ചെയ്യാനാണ് എന്ന ബോധ്യത്തിൽ അടിയുറച്ച് ജീവിച്ചു. ബർത്തലോമിയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുനാൾ മുതലേ അവൾക്കൊരു വിശുദ്ധയാവണം എന്ന ആഗ്രഹത്തിൽ വളർന്നു വന്നു. ആ കുരുന്നു ഹൃദയം ക്രിസ്തുവുമായുള്ള ഐക്യത്തിൽ വളർന്നു. ആ ബന്ധം ആഴവും ആത്മാർത്ഥയുള്ളതും ആയിരുന്നു. ഞാനൊരു വിശുദ്ധയാകും, വലിയൊരു വിശുദ്ധയാകും, എത്രയും വേഗത്തിൽ ഒരു വിശുദ്ധയാകും എന്ന ബർത്തലോമിയുടെ ജീവിത പ്രഖ്യാപനം പിൽക്കാലത്ത് വിശുദ്ധിയുടെ കിരീടം അണിയുന്നതിന് അവൾക്ക് ഏറെ സഹായകമായി. സ്വശരീര രക്തങ്ങൾ അപരനായി പകർന്നു നൽകിയ യേശുനാഥന്റെ ജീവിതത്താൽ പ്രചോദിതയായി ജീവിതം ഹോമിച്ചവളാണ് ബർത്തലോമിയ. ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി നേടിയവൾ. ലളിതമായ ജീവിതശൈലിയും ഉറച്ച വിശ്വാസവും ദീർഘവീക്ഷണവുമുള്ള ബർത്തലോമിയ തൻ്റെ 26 വർഷത്തെ ജീവിതത്തിനിടയിൽ ചെയ്തു തീർക്കാവുന്ന നന്മകളെല്ലാം ചെയ്തു തീർത്തു. അപരന് നന്മ ചെയ്യുന്നതിലൂടെ, ഒരു ജീവിതത്തിന് താങ്ങാവുന്നതിലൂടെ മാത്രമേ സ്നേഹമെന്നത് യാഥാർത്ഥ്യമാകൂ എന്ന ബോധ്യത്തിൽ അഗതികളെയും ആലംബഹീനരെയും കൈപിടിച്ചുയർത്താനും വിദ്യാഭ്യാസമില്ലാത്തവർക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകുവാനും മൂല്യബോധം നഷ്ടപ്പെട്ട യുവജനങ്ങൾക്ക് വഴികാട്ടിയായി നല്ലൊരു മാതൃകയാകുവാനും ബർത്തലോമിയയ്ക്ക് കഴിഞ്ഞു. ദൈവിക പദ്ധതി ഒന്നുകൊണ്ട് മാത്രമാണ് തുടർന്നും ഈ സന്യാസ സമൂഹത്തെ കർമ്മനിരതമാക്കാൻ വിൻസെൻസയെ ദൈവം തിരഞ്ഞെടുത്തത്. അനാഥരുടെ പുനരധിവാസം, വൃദ്ധജനങ്ങളുടെ സംരക്ഷണം, കുടുംബ സന്ദർശനം, സ്ത്രീ സുരക്ഷാ പ്രവർത്തനങ്ങൾ, കൗൺസിലിംഗ്, ജയിൽ മിനിസ്ട്രി, കുഷ്ഠരോഗി സംരക്ഷണം എന്നിങ്ങനെ സേവനത്തിന്റെ വിവിധ മേഖലകൾ കൈവരിക്കാൻ ബർത്തലോമിയുടെ ദീർഘവീക്ഷണം കൊണ്ട് സാധിച്ചു. ഇന്ന് വെല്ലുവിളികൾ നിറഞ്ഞ തിരക്കാർന്ന ജീവിതപാതയിലൂടെ നാം നടന്നു നീങ്ങുമ്പോൾ നമ്മെ കടന്നു പോകുന്നവരെ ഒന്ന് ശ്രദ്ധിക്കാൻ, ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ പലപ്പോഴും നാം മറന്നു പോകാറില്ലേ? നമ്മുടെ ജീവിതങ്ങളും പുണ്യങ്ങളാൽ അലങ്കരിക്കാം. എളിമയിലൂടെ നടന്നു നീങ്ങാം. ആത്മീയ സുഹൃതങ്ങൾ കൈകളിലേന്താം.